IPL സീസണിൽ അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മലയാളി താരം സഞ്ജു സാംസണ് കടുത്ത തിരിച്ചടി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിക്കറ്റ് കീപ്പിംഗിനിടെ കൈവിരലിന് പരിക്കേറ്റ സഞ്ജുവിന് ബാറ്റിംഗിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ റണ്ണൊന്നുമെടുക്കാതെ പുറത്താകേണ്ടി വന്നു. മത്സരത്തിൽ 89 റൺസിന്റെ ദയനീയ തോൽവിയാണ് ചെന്നൈ ഏറ്റുവാങ്ങിയത്. ഇതോടെ 2023 കിരീടം നേടിയ ശേഷം തുടർച്ചയായ 3ാം സീസണിലും പ്ലേ ഓഫിൽ കടക്കാതെ ചെന്നൈ പുറത്തായി. ഇതാദ്യമായാണ് ചെന്നൈ തുടർച്ചയായ 3 സീസണുകളിൽ പ്ലേ ഓഫിൽ കടക്കാതിരിക്കുന്നത്. മത്സരത്തിൽ ടോസ് നേടിയ CSK ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ 2ാം ഓവറിൽ സ്പെൻസർ ജോൺസൺ എറിഞ്ഞ ലെഗ് സൈഡിലേക്കുള്ള ഒരു വൈഡ് ഡെലിവറി തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സഞ്ജുവിന്റെ ഇടതു കൈവിരലിന് പരിക്കേൽക്കുന്നത്. പന്ത് അപ്രതീക്ഷിതമായി ദിശ മാറിയാണ് സഞ്ജുവിന്റെ ഗ്ലൗസിൽ ഇടിച്ചത്. കടുത്ത വേദനയെ തുടർന്ന് ഫിസിയോയുടെ സഹായം തേടിയ താരം ഉടൻ തന്നെ മൈതാനം വിട്ടു. തുടർന്ന് ഉർവിൽ പട്ടേലാണ് ചെന്നൈക്കായി വിക്കറ്റ് കീപ്പ് ചെയ്തത്. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈക്കായി പരുക്ക് വകവെക്കാതെ സഞ്ജു ഓപ്പണറായി ബാറ്റിംഗിനിറങ്ങി. എന്നാൽ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിനെ പിഴച്ചു. എഡ്ജായ പന്ത് വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറുടെ കൈകളിൽ ഒതുങ്ങിയതോടെ സംപൂജ്യനായി താരം പുറത്തായി. 14 വർഷം നീണ്ട IPL കരിയറിൽ 3ാം തവണ മാത്രമാണ് സഞ്ജു ഗോൾഡൻ ഡക്ക് ആകുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2017 മുംബൈ ഇന്ത്യൻസിനെതിരെയും 2018 RCBക്കെതിരെയുമാണ് ഇതിനു മുൻപ് സഞ്ജു ഗോൾഡൻ ഡക്കായത്. 8 വർഷത്തിന് ശേഷമാണ് വീണ്ടും നേരിട്ട ആദ്യ പന്തിൽ തന്നെ മടങ്ങുന്നത്. അവസാന മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയ ഈ IPL സീസൺ സഞ്ജുവിന് റെക്കോർഡുകളുടേതായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തോടെ സഞ്ജു തന്റെ റൺസ് സമ്പാദ്യം 477 ആക്കി ഉയർത്തിയിരുന്നു. ഇതോടെ CSKക്കായി ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സഞ്ജു സ്വന്തമാക്കി. 2013 461 റൺസ് നേടിയ MS ധോണിയുടെ 13 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് സഞ്ജു തിരുത്തിയത്. എന്നാൽ 500 റൺസ് എന്ന നാഴികക്കല്ല് മറികടക്കാൻ സഞ്ജുവിനായില്ല. 2024 സഞ്ജു 15 ഇന്നിംഗ്സുകളിൽ നിന്നും 531 റൺസ് നേടിയിരുന്നു. പക്ഷേ ഈ സീസണിൽ 2 തകർപ്പൻ സെഞ്ചുറികൾ നേടിയും 3 തവണ പ്ലെയർ ഓഫ് ദ മാച്ചായും സഞ്ജു മിന്നി. ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ സെഞ്ചുറി. ഈ 2 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദ മാച്ചായ സഞ്ജു ഡൽഹിക്കെതിരെ 2ാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലെത്തിച്ചു. ഇതോടെ കളിയിലെ താരവുമായി. ഈ സീസണിൽ 3 പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ഏക താരമാണ് സഞ്ജു.